നമസ്കാരം. നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിത രീതിയിൽ ഈ പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവയാണെങ്കിൽ ഈ രീതികൾ മാറ്റാൻ നിങ്ങൾ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കുകയുള്ളൂ. ഇതിൽ ആദ്യത്തേത്, നിങ്ങൾ ഒരു കാരണവശാലും കിടക്കയിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അന്നപൂർണേശ്വരി ദേവിയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇത് അന്നം മുട്ടുന്നതിന് ഇടവരുത്താം. അടുത്തതായി, സന്ധ്യസമയത്ത് മുടി, നഖം എന്നിവ മുറിക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ സന്ധ്യസമയത്ത് വീട്ടിലെ കുടുംബാംഗങ്ങൾ തമ്മിൽ ഒരിക്കലും കലഹിക്കാൻ പാടില്ല. ഇങ്ങനെ ചെയ്താൽ വീടുകളിൽ നെഗറ്റീവ് ഊർജം വർദ്ധിക്കാൻ കാരണമാകും. അതുപോലെ തന്നെ രാത്രികാലങ്ങളിൽ ഒരു കാരണവശാലും തുണി കഴുകാൻ പാടില്ല. ഇങ്ങനെ ചെയ്യുന്നത് മൂലം ലക്ഷ്മി സാന്നിധ്യം കുറയുകയും രോഗദുരിതങ്ങൾ വന്നു ഭവിക്കുകയും ചെയ്യുന്നതാണ്. അടുത്തതായി, രാത്രികാലങ്ങളിൽ തൂത്തുവാരാൻ പാടില്ല. വീട്ടിലെ ഐശ്വര്യവും സമ്പത്തും ഇല്ലാതാകാൻ കാരണമാകും. അതുപോലെ തന്നെ സന്ധ്യ കഴിഞ്ഞാൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത് ശുഭകരമല്ല. അതായത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ആർക്കും കടം കൊടുക്കുവാനോ അല്ലാതെയോ കാശ് സന്ധ്യാസമയത്ത് കൊടുക്കാതിരിക്കുക.